ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ്. അതായത് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒരു കാർഡ്ബോർഡിൽ എങ്ങനെയാണ് ഒരു അളവ് ചുരിദാർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് പാറ്റേൺ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എൻ്റെ കയ്യിലുള്ള ഒരു അളവ് ചുരിദാർ എടുത്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡായിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് കോട്ടൺ അല്ല, നിങ്ങളുടെ കയ്യിൽ കോട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളിത് അയൺ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ അയൺ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അയൺ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു കാർഡ്ബോർഡും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ലെങ്ത്തുള്ളൊരു കാർഡ്ബോർഡും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ എങ്ങനെയാണ് പാറ്റേൺ മേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ അടിവശത്തായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അടിഭാഗത്തായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 ഇഞ്ചിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അറ്റം വരെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അടിഭാഗത്തായിട്ട് ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അളവ് ചുരിദാർ ഞാൻ ഇതുപോലെ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു ലൈൻ ഇപ്പോൾ ഇവിടെ വരച്ചിട്ടില്ലേ, ഈ ഒരു ലൈനിൻ്റെ മുകൾ ഭാഗത്തേക്ക് വേണം ഈ ഒരു ചുരിദാറിൻ്റെ അടിവശം വരാനായിട്ട്. ഈ 1 ഇഞ്ച് നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടിഭാഗം കറക്റ്റ് ഈ ഒരു ലൈനിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മടക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, കറക്റ്റ് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു അരികത്ത് തന്നെയല്ലേ എന്ന് ഒന്ന് കൺഫേം ചെയ്യുക കേട്ടോ. നീങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ അരികത്തേക്കടെ അങ്ങ് ട്രേസ് ചെയ്ത് പോവാം. ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് അങ്ങ് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ഇടവിട്ടങ്ങ് മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെയാണ് സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ലിറ്റ് അറിയാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ഭാഗം വരുമ്പോൾ ഒരു ഷേപ്പ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെയും ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങിയ ഭാഗമുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 3 മാർക്കിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു മാർക്കിങ്, ആ ഇടവണ്ണത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഒരു മാർക്കിങ്, സ്ലിറ്റിൻ്റെ ഓപ്പണിങ് കണ്ടിട്ട് ഒരു മാർക്കിങ്. ഇനി നേരെ അടിയിലേക്ക് നമുക്കങ്ങ് മാർക്ക് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മുതൽ അറ്റം വരെ നമ്മൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ്, ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു കർവ് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രേസ് ചെയ്യുമ്പോൾ ബാക്ക് പോർഷൻ്റെ ആം ഹോൾ ട്രേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല ചുരിദാറുകൾക്കും ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്രണ്ട് വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാക്ക് പോർഷൻ വെച്ചിട്ട് ഈ ഒരു കർവ് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ആം ഹോൾ കർവ് ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിലെ ആം ഹോൾ കർവ് നമുക്ക് ഇതുപോലെ കാണാനായിട്ട് പറ്റും. ഇത് നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ മുട്ടുസൂചി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് പോയിട്ടുള്ള ലൈൻ കാണാൻ പറ്റുമല്ലോ, അതിൽ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഈ ഒരു സ്ലീവ് ഇങ്ങോട്ടൊന്ന് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. വീണ്ടും കുറച്ച് നീക്കിയിട്ട് വീണ്ടും നെയിലും കൊണ്ട് പ്രസ് ചെയ്യുക. അവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തു മാർക്ക് ചെയ്യുക.
അങ്ങനെ ഈ ഒരു കർവ് ചുറ്റും മാർക്ക് ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെ ഈ ഒരു കർവ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്ക് നെക്കിൽ കൂടെ ഞാൻ അങ്ങ് ട്രേസ് ചെയ്ത് പോവാണ്. ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് അറിയാനായിട്ട്, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അറിയാനായിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. ആ ഒരു പോയിന്റ് കണ്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് നെക്ക് അറിയാനായിട്ട്, ആ ഒരു ലെങ്ത് അറിയാനായിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു ദേ ഇതുപോലെ. ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുരിദാർ അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ട്രേസ് ചെയ്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ. കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഡാർക്കൺ ചെയ്ത് ഇതങ്ങ് യോജിപ്പിച്ച് വരയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡാർക്കൺ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് കറക്റ്റ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിനി തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ചെസ്റ്റിൻ്റെ അവിടെയായിട്ട് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇടവണ്ണത്തിൻ്റെ അവിടെയായിട്ട് എക്സ്ട്രാ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ, ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ ഞാൻ 1 ഇഞ്ച് മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ ഞാൻ എക്സ്ട്രാ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ച്, ഇവിടെയും 1.5 ഇഞ്ച്, സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ 1 ഇഞ്ച്. ഇനി നമുക്കിതങ്ങ് ജോയിൻ ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. സ്കെയിലും കൊണ്ട് വരയ്ക്കുമ്പോൾ ഷാർപ്പായിട്ടാണ് കിട്ടുക. ഒന്ന് കർവ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അടിഭാഗത്തേക്കായിട്ടും ഞാൻ 1 ഇഞ്ച് അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിവശത്തും ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ലിറ്റിൻ്റെ അവിടത്തെയും തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ ചുറ്റും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് പോവുകയാണ് കേട്ടോ. അതും നമുക്കൊന്ന് ജോയിൻ ചെയ്തങ്ങ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഈ ഒരു ഷോൾഡർ സ്ലോപ്പിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ടും ഞാൻ 1/2 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പിലും ഞാൻ 1/2 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അങ്ങനെ ഷോൾഡർ സ്ലോപ്പിനും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെക്കിന് ചുറ്റും ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം.
അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്ക്. ഇനി നമുക്ക് കറക്റ്റ് പുതിയ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ ചുറ്റും അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഭംഗിയായിട്ട് ടൈം എടുത്ത് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ കാർഡ് ബോർഡിൽ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ടിൽ ആം ഹോൾ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ബോഡി പോർഷൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ അരികുവശം മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അറ്റത്തായിട്ട് ഞാൻ 1 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചുരിദാർ എടുക്കാം. അതിൻ്റെ സ്ലീവ് പോർഷൻ മാത്രം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ ഭാഗം വരണേ. അപ്പോൾ നമ്മൾ 1 ഇഞ്ചിലൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലേക്ക് വേണം ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ ചേർത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഈ ഒരു എൻഡ് പോർഷൻ നമുക്ക് ഈ ഒരു ലൈനിനോട് ചേർത്ത് വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഈ ഒരു അടിവശം കറക്റ്റ് ഇതിൽ കൂടെ അങ്ങ് ട്രേസ് ചെയ്തങ്ങ് പോവാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കർവാണ് ട്രേസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ചുരിദാറിൻ്റെ ബാക്ക് പോർഷനാണ്. ബാക്കിലെ ആം ഹോൾ കർവാണ് കേട്ടോ ഞാൻ ട്രേസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ പിന്ന് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് വഴുതി പോവും. അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും കേട്ടോ. ഇതിങ്ങനെ വഴുതി പോകണോണ്ടാണ്. ഇനി നമുക്ക് ബോഡി പാർട്ടിൽ ചെയ്ത പോലെ തന്നെ നെയിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് അങ്ങ് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പിന്നൊന്ന് മാറ്റിയിട്ട് നമുക്കിതങ്ങ് ഡാർക്കൺ ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പോയിന്റ് ഞാൻ നേരെ അടിയിലേക്കൊന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ മിഡിലും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ അങ്ങ് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കർവിലും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കർവിന് ചുറ്റും ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അങ്ങ് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് തരാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഏതെങ്കിലും റഫായിട്ടൊരു തുണിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ ഡെയിലി നമ്മൾ മെഷർമെൻ്റ് എടുത്ത് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല, ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഏതെങ്കിലും ഒരു റഫായിട്ടൊന്ന് ചെയ്ത് നോക്കി കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പാറ്റേൺ ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.